കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക്കിന്റെ ആത്മഹത്യാ കേസ് ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരുന്ന ഷിംജിത മുസ്തഫയ്ക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് നമ്മുടെ കോടതി. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഈ ഒരു ഷിംജിതയെ പറ്റി എത്ര മോശം സ്ത്രീയാണ് ഇവർ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ സീരിയസ്ലി എനിക്ക് ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. കാരണം ഈ ഒരു കേസിന്റെ എവിഡൻസ് പ്രകാരവും ഈ പറയുന്ന ഈ ബസ്സിൽ നേരിട്ട് ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ, ബസ്സിലെ CCTV ഫുട്ടേജസ്, ദീപക്കിന്റെ മാതാപിതാക്കള്, ഇവരെയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഷിംജിത മുസ്തഫയ്ക്ക് ഒരു കാരണങ്ങളും ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ പറയുന്ന ജാമ്യം എടുത്തു കൊടുത്ത നമ്മുടെ ഗവൺമെന്റും ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ഷിംജിതയെ ഇനി തെറ്റു പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ പറയുന്ന ഷിംജിത ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ തെറ്റ്, ആ ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും വ്യക്തമായിട്ട് ഈ ഒരു എവിഡൻസ് പ്രകാരം ഇത് പ്രൂവ് ചെയ്യുകയും ഷിംജിതയെ അറസ്റ്റ് ചെയ്തതുമാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു കേസാണിത്. ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരിടക്ക് പെട്ടെന്ന് അങ്ങ് ഷിംജിതയ്ക്ക് ജാമ്യം എടുത്തു കൊടുത്ത നമ്മുടെ ഗവൺമെന്റിനെയും നമ്മുടെ സർക്കാരിന്റെ നിയമങ്ങളെയും മാത്രമാണ് ഈ ഒരു കേസിൽ ഈ ഒരു സമയത്ത് തെറ്റു പറയാൻ സാധിക്കുള്ളൂ. ഒരിക്കലും ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റും ഗവൺമെന്റിന്റെ നിയമങ്ങളും ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ജനങ്ങളോട് ഇടപഴകരുത്. ഇത്രയും എവിഡൻസ് കാണിച്ചു കൊടുത്തിട്ടും ആ ഒരു ബസ്സിലെ CCTV ഫുട്ടേജസ്, ആ ഒരു ദീപക്കിന്റെ ഫാമിലി, ഇത്രയും തെളിവുകൾ ആ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടും ഒരടിസ്ഥാനവും ഇല്ലാതെ ജാമ്യം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തരം താഴ്ന്ന പരിപാടിയാണിത്. ഇതിനകത്തൊരിക്കലും ഇനി ഷിംജിതയെ തെറ്റു പറയാൻ സാധിക്കില്ല. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഷിംജിത ദീപക്കിനോട് ചെയ്തതിനേക്കാളും വലിയ തെറ്റാണ് നമ്മുടെ ഗവൺമെന്റിനെയും നിയമങ്ങളെയും വിശ്വസിക്കുന്ന ജനങ്ങളോട് നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.